5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. എന്താടോ താനത്തെ ഈ നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? പിന്നെ തന്നെ താൻ കരഞ്ഞു? എന്താടോ? അവൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദത്തേട്ടാ. ഇക്കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആമി. നമ്മളായിട്ട് കണ്ടെത്തി കൊടുത്ത ബന്ധമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അവർക്കിടയിൽ ഇടപെടാം. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞു തീർക്കണം ആമി. പറഞ്ഞിട്ടും തീരുന്നില്ലെങ്കിൽ പിരിയണം. തനിക്കെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഞാൻ പറഞ്ഞില്ലേ, അവൻ കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എനിക്കതിന് പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ഞാൻ അവനിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുക. എനിക്കും അവൻ മകനെ പോലെയല്ലേ. തന്നെ പോലെ ഞാൻ അവനെ എടുത്തോണ്ട് നടന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്, ലാളിച്ചിട്ടുണ്ട്, ഊട്ടി ഉറക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും എനിക്ക് അവനെ കൈയൊഴിഞ്ഞേ പറ്റൂ. എല്ലാ അർത്ഥത്തിലെന്ന് പറയുമ്പോ? എല്ലാ അർത്ഥത്തിലും. പൂജയുടെ കാര്യത്തിലായാലും കേസിന്റെ കാര്യത്തിലായാലും. ദത്തേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഷാനുവിന്റെയും സെബാന്റെയും കൊലപാതകം. ഞാൻ പറഞ്ഞല്ല, ഇനി ഏതാനും ചില തെളിവുകൾ കൂടി കിട്ടേണ്ടതുണ്ട്. എന്നുവെച്ചാ ആദ്യമാണ് പ്രതിയെന്ന് ദത്തേട്ടൻ ഉറപ്പിച്ചോ? ഒന്നും വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. എങ്കിലും തൽക്കാലം താൻ വന്ന് കിടക്കാൻ നോക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ദത്തേട്ടൻ എന്തൊക്കെയാ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? മറച്ചു വെച്ചോ? എന്ത്? ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അത് കള്ളം. എല്ലാം ദത്തേട്ടൻ അറിയാം. എന്തറിയാന്ന്? തനിക്കറിയാവുന്നൊക്കെ എനിക്കേ അറിയൂ. പറഞ്ഞല്ലോ കുറച്ചു മുൻപ്, അവൻ ദത്തേട്ടന് സ്വന്തം മകനെ പോലെയാണെന്ന്. ആ മകൻ നാളെ ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. താങ്ങാനാവുന്നതിലധികം ഭാരം ഇപ്പൊ അവന്റെ മനസ്സിലുണ്ട്. അവൻ എന്തെങ്കിലും ഒരു സാഹസം കാണിച്ച അതിന്റെ ഉത്തരവാദികൾ നമ്മൾ കൂടിയാണെന്ന് മറക്കരുത്. നാളെ കുറ്റബോധം കൊണ്ട് നമ്മുടെ ജന്മം പാഴാക്കി കളയരുത്. സ്നേഹിച്ചില്ലെങ്കിലും നമ്മളായിട്ട് അവനെ ദ്രോഹിക്കരുത് ദത്തേട്ടാ. ഇറങ്ങ്. നമ്മളെന്താ ഇവിടെ? നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്.
ഇറങ്ങ്. നിങ്ങൾ സംസാരിക്കുക. എന്താ ഇനി എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കാനുണ്ടോ? വഴക്കുണ്ടാക്കാനല്ല ഞാൻ വന്നത്. പിന്നെന്തിനാ? നിന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോവാൻ. തിരിച്ചു വരാനല്ലേ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ആദി ഇന്നലെ ഒരുപാട് കരഞ്ഞു. കഴിഞ്ഞ ഒരുപാട് കാലം ഞാൻ കരഞ്ഞതാരും കണ്ടില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പൂജയ്ക്കറിയോ? പൂജയോടുള്ള സ്നേഹം കൊണ്ട്, പൂജയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഈ കുഞ്ഞിന് ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പൂജ അവനെ വിട്ടു പോകുമെന്ന് അവൻ വല്ലാതെ ഭയന്നിരുന്നു. അല്ലെങ്കിൽ പൂജ എന്തെങ്കിലും സാഹസം കാണിക്കുമെന്ന്. പൂജയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവന്റെ നിഷ്കളങ്കത കൊണ്ട് അവനങ്ങനെ പറഞ്ഞു പോയതാ. നല്ലതിന് വേണ്ടിയല്ലേ അവനങ്ങനെ ചെയ്തത്. അതെങ്കിലും ഓർത്ത് പൂജയ്ക്ക് അവനോട് ക്ഷമിച്ചൂടെ? പൂജയ്ക്കറിയാമോ ഞാൻ എന്തുകൊണ്ട് ആ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന്? എന്റെ ബ്ലഡ് റിസൾട്ട് ഒന്ന് മാറിയപ്പോ ഞാനൊരു മാരക രോഗത്തിന്റെ അടിമയാണെന്നും ഏത് നിമിഷവും മരിച്ചു പോകുമെന്നും ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നി എന്റെ കുഞ്ഞിന്റെയും ദത്തേട്ടന്റെയും ലൈഫ് സേഫ് ആക്കണമെന്ന്. കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തന്നു. ദത്തേട്ടനെ ഞാൻ സുജാതയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്റെ ഭ്രാന്തിന്റെ കഥയിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്. ആരോരും അറിയാത്തൊരു അധ്യായം. ഞാൻ പറഞ്ഞത് എന്റെ കഥയല്ല. മനസ്സ് കൈവിട്ട് പോകുമ്പോൾ നമ്മൾ പലതും ചെയ്യുമെന്ന്. ആദിക്ക് സംഭവിച്ചതും അത് തന്നെയാ. പൂജയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോ അവന്റെ മനോനില കൈവിട്ടു പോയി.